ഒരു ചെറുതേനീച്ച കോളനിയുടെ ഉൾവശം കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളി. നമുക്ക് കാണുന്നത് ഇപ്പോൾ മുട്ടകളാണ്. കോളനി റാണിയിട്ട് കൂട്ടുന്ന മുട്ടകളാണ്. രണ്ട് തരത്തിലുള്ള മുട്ടകൾ, മൂന്ന് തരത്തിലുള്ള മുട്ടകൾ നമുക്കിനകത്ത് കാണാം. ഒന്ന് കാണാൻ സാധിക്കാം, ഒന്ന് പുതിയ മുട്ടകൾ, മറ്റൊന്ന് ഏറ്റവും പഴയ മുട്ടകൾ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ എങ്ങാനും വിരിഞ്ഞിറങ്ങാൻ സാധ്യതയുള്ള മുട്ടകൾ. അതാണ് ഈ കാണുന്ന, ഈ വെള്ള നിറത്തിൽ കാണുന്ന മുട്ടകൾ. അവയുടെ ക്യാപ്പ് പൊട്ടിച്ച് തേനീച്ചകൾ, കുഞ്ഞീച്ചകൾ അതിൽ നിന്നാണ് പുറത്തിറങ്ങുന്നത്. അതാണ് ഈ വെള്ള നിറത്തിൽ കാണുന്നത്. അതിന് തൊട്ട് മുകളിൽ വേറൊരു ലെയറായിട്ട് കാണുന്നതാണ് ബ്രൗൺ നിറത്തിലുള്ള മുട്ടകൾ. ആ ബ്രൗൺ നിറത്തിലുള്ള മുട്ടകൾ പലതും ക്യാപ്പ് ഓപ്പൺ ആക്കിയിരിക്കുന്ന കാണാം. ആ ഓപ്പൺ ആയിരിക്കുന്ന ക്യാപ്പിനാണ് റാണി മുട്ടയിടുന്നത്. അതിനുശേഷം മറ്റ് ഈച്ചകൾ വന്ന് അതിനകത്ത് റോയൽ ജെല്ലി, ബീ ബ്രെഡ്, അതായത് തേനും പൂമ്പടിയും കലർന്ന മിശ്രിതം ആ മുട്ടയ്ക്ക് കൊടുക്കുക. ആ മുട്ട വിരിഞ്ഞ ലാർവയായി ആ ലാർവ അത് ഭക്ഷിച്ചിട്ട് സമാധിയിലേക്ക് പോകും. അങ്ങനെയാണ് ആ ക്യാപ്പ് അടയ്ക്കുന്നത്. അപ്പം നമുക്കതിനകത്ത് പുഴുവിനെ കാണാൻ സാധിക്കും. അതായത് ലാർവയായിട്ട് റോയൽ ജെല്ലി അല്ലെങ്കിൽ ബീ ബ്രെഡിന്റെ ഉള്ളിൽ കിടക്കുന്ന ലാർവയെ കാണാൻ സാധിക്കും. ഈ ലാർവയുടെ ക്യാപ്പ് അടച്ച് അത് സമാധിയിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതുപോലെ വെള്ള നിറത്തിലുള്ള മുട്ടയായിട്ട് മാറും. അങ്ങനെ വെള്ള നിറത്തിലുള്ള മുട്ടകളുടെ ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സെല്ലിന്റെ വലിപ്പം അനുസരിച്ച് അതിനകത്ത് റാണിമുട്ടയും ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പം കൂടിയ മുട്ടയാണ് റാണിമുട്ട. ഇത് റാണിമുട്ടയല്ല, ഇത് ഞാൻ അതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ലാർവകളെയാണ് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, നേഴ്സിംഗ് ബി വന്നിട്ട് അതിന് ലാർവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആ ക്യാപ്പ് അടയ്ക്കാൻ ശ്രമിക്കുന്നതോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇതിനുള്ളിൽ നമുക്ക് റാണിമുട്ട നമുക്ക് കണ്ടെത്താൻ നോക്കണം. കാരണം ഇത്രയും മുട്ടകളുള്ളപ്പോൾ ഇതെല്ലാം വിരിഞ്ഞിറങ്ങുമ്പോൾ കോളനി ഫുള്ളാവുകയും ആ കോളനിക്ക് ഒരു സെറ്റായി മറ്റൊരു സെറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്. മറ്റൊരു സെറ്റായി മാറി പുറത്തേക്ക് പോയി വേറൊരു കോളനി ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് റാണിമുട്ടയാണ്. അതായത് ഇതിനകത്ത് സാമാന്യം വലിപ്പമുള്ള ഒരു മുട്ട നമുക്ക് കാണാൻ സാധിക്കും. ആ മുട്ടയാണ് റാണിമുട്ട. അപ്പം അതിൻ്റെ ഒരു ലെയർ എടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു റാണിമുട്ട ഇരുന്നത്. അതായത് റാണിമുട്ട ഈ മുട്ടയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പം കൂടുതൽ ശ്രദ്ധയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിയാൽ മാത്രമേ റാണിമുട്ട കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു തേനീച്ച കോളനി എന്ന് പറയുന്നത് വളരെ പ്ലാൻഡായിട്ട് ഇവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊളോണിയൽ ലൈഫ് നയിക്കുന്ന ഒരു ഷഡ്പദങ്ങളാണ് തേനീച്ചകൾ. അപ്പോൾ അതിനകത്ത് ഈ സെറ്റ് പിരിഞ്ഞു പോകാൻ സമ്മതിക്കാതെ നമുക്കൊരു പുതിയ കോളനി ആക്കാനായിട്ടും